നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ഏപ്രിൽ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമോ എന്ന കണക്കും കൂട്ടുകയും കിഴിക്കുകയുമാണ് മുന്നണികൾ. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ചില സംഭവങ്ങൾ അത് പലരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പല പ്രസ്താവനകൾ, പല നിലപാടുകൾ, പുറത്തു വരുന്ന ഓരോ കഥകൾ, ഇതൊക്കെ വോട്ടിൻ്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുമോ എന്ന് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്നത്. ഏതായാലും മൊത്തം ഊറ്റ് ചിലർക്കൊന്നും നടക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഏതായാലും 40ൻ്റെ ഒരു വെടിക്കെട്ടും ഉണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആ 7ൻ്റെ കണക്ക്, 7ൻ്റെ പണി എന്നാണ് ഇനി പറയേണ്ടി വരിക. അതിൻ്റെ ഞെട്ടലിൽ തന്നെയായിരിക്കും മുഖ്യനും ടീമും എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി വിശദമായി തന്നെ വിഷയത്തിലേക്കൊക്കെ വരാം. എല്ലാം കൊണ്ടും അനുഗ്രഹകാലമാണ് നമ്മുടെ മുഖ്യനും സർക്കാരിനും. ഇനിയും മുന്നോട്ട് എന്ന് വലിയ വായിൽ വീമ്പിളക്കി മുന്നോട്ട് പോകുന്നതിനിടെ അഴിമതി കഥകൾ കുത്തിപ്പൊക്കുന്നതിൽ മിടുക്കനായ നമ്മുടെ സാക്ഷാൽ ചെന്നിത്തല പുതിയ റിസർച്ചുകൾ നടത്തി പിണറായി വിജയനെയും കൂട്ടരെയും വെള്ളം കുടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിലാണ് സുരേന്ദ്രന്റെയും ടീമിന്റെയും ചില ദുസൂചനകൾ എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. തീർന്നില്ല. മൊത്തമൂറ്റെന്ന് കളിയാക്കിയവർ തന്നെ മുത്തൂറ്റിൽ നിന്നും പലതും കൈപ്പറ്റിയെന്നുള്ള വാർത്തകൾ വേറെ വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും സമരം ചെയ്ത് കേരളത്തിലെ ബ്രാഞ്ചുകൾ പൂട്ടിച്ച മുത്തൂറ്റിൽ നിന്നും 2.65 കോടി വാങ്ങിയിരിക്കുന്നു. അതും നമ്മുടെ സ്വന്തം അധ്വാന വിഭാഗത്തിൻ്റെ പാർട്ടി DMK. തീർന്നില്ല. ഏതായാലും സമരം ചെയ്ത് കേരളത്തിലെ ബ്രാഞ്ചുകൾ പൂട്ടിച്ച മുത്തൂറ്റിൽ നിന്നും 2.65 കോടിയാണ് CPM വാങ്ങിയിരിക്കുന്നത്. DMKയിൽ നിന്ന് 10 കോടി CPM വാങ്ങിയെന്നുള്ള പണത്തിൻ്റെ കണക്കും പുറത്തു വന്നതോടെ സഖാക്കന്മാർക്ക് അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. ഏതായാലും അശോകന് ക്ഷീണമാകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ചെന്നിത്തലയും ടീമും മുന്നോട്ട് പോകുന്നത്. ഏതായാലും കണക്കുകൾ പുറത്തു വന്നതിൻ്റെ ക്ഷീണം ഒരു വശത്ത്, ഇതിനിടയിലാണ് ഇടുത്തി പോലെ ചില കണക്കുകൾ കൂടി പുറത്തുവിട്ടിരിക്കുന്നത് സുരേന്ദ്രനും ടീമും. പോരെ പൂരം. ഇപ്പോൾ ചെറുതായൊന്ന് മുട്ടൊടിക്കുന്നുണ്ടാവും സാക്ഷാൽ മുഖ്യനും കൂട്ടാക്കും. എന്തായാലും തങ്ങൾ സമരം ചെയ്ത് കേരളത്തിലെ ബ്രാഞ്ചുകൾ പൂട്ടിച്ച മുത്തൂറ്റ് ഫിനാൻസിൽ നിന്ന് തന്നെ CPM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 2.65 കോടി രൂപ വാങ്ങി. എന്ത് മനോഹരമായ ഇരട്ടത്താപ്പാചാരങ്ങൾ! ഏതായാലും സംഭാവന വാങ്ങിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. DMKയിൽ നിന്ന് CPM 10 കോടി വാങ്ങിയെന്നും സമ്മതിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ടിനാണ് പണം വാങ്ങിയതത്രേ. മുൻപ് ഇക്കാര്യം പുറത്തു വന്നപ്പോൾ CPMന് മിണ്ടാട്ടവുമില്ല, ഉരിയാട്ടവുമില്ല. ഏതായാലും 8 ഇടപാടുകൾ വഴിയാണ് 10 കോടിയോളം വാങ്ങിയിരിക്കുന്നത്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്തിതാ സുരേന്ദ്ര വിജയം ആട്ടക്കഥയുടെ പുതിയ പതിപ്പിറങ്ങിയിരിക്കുന്നു. കേരളം ഭരിക്കാൻ 40 സീറ്റ് എന്നത് ഞെട്ടൽ തന്നെയാണ് ഇപ്പോൾ പലർക്കും. കാരണം K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പൊട്ടിച്ച വെടി അതൊരു പതിരല്ല എന്ന് രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇതോടെ കേരളം BJPക്ക് ഭരിക്കാൻ 40 സീറ്റ് മതി എന്നുള്ള BJP അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകൾ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെയാണ് തുടക്കമിട്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് കണക്കറിയാത്തവർ പരിഹസിക്കുന്നുണ്ട് ഒരു വശത്ത്. പക്ഷേ ചരിത്രം അറിയുന്നവർ BJPയുടെ കണക്കും കൂട്ടലും കുഴിക്കലുമൊക്കെ കൃത്യമെന്ന് വിലയിരുത്തുന്നുമുണ്ട്. സുരേന്ദ്രൻ്റേത് പതിനൊട്ടുമില്ലാത്ത പ്രസ്താവനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് കൃത്യമായി അറിയാം. കാരണം നമ്മുടെ മുഖ്യന്റെ പാർട്ടിക്ക് 50-ലധികം സീറ്റ് ലഭിച്ചത് 7 പ്രാവശ്യം മാത്രമാണ്. 1982-ൽ കോൺഗ്രസിന് ആകെ 35 സീറ്റുകൾ മാത്രമായിരുന്നിട്ടും കരുണാകരൻ മുഖ്യമന്ത്രിയായി. കരുണാകരൻ 4ാം തവണ മുഖ്യമന്ത്രിയായ 91-ൽ കോൺഗ്രസിന് 55 അംഗങ്ങൾ. 70 എന്ന മാജിക് നമ്പറിൽ ആരും എത്തിയിട്ടേയില്ല. BJPക്ക് ബാലികേറാമലയാണ് കേരളമെന്ന് പറയുന്നവർ ആകെ 140 സീറ്റിൽ പകുതി ഒറ്റയ്ക്ക് നേടുന്ന വെല്ലുവിളിയാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഏത് പാർട്ടിക്കാണ് ഒറ്റയ്ക്ക് 70 സീറ്റ് കിട്ടിയിട്ടുള്ളത്? 57 മുതൽ ഇതുവരെ നടന്ന 15 തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിക്ക് ഭരണഭൂരിപക്ഷം പോലും ഇല്ലായിരുന്നു. 1ാം നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിരിയും മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലും 60 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 69-ൽ ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അംഗബലം വെറും 19. 70-ൽ രണ്ടാമത് മുഖ്യമന്ത്രിയായി അച്യുതമേനോൻ 7 വർഷം ഭരിച്ചത് 16 CPA അംഗങ്ങൾ മാത്രം സഭയിലുള്ളപ്പോൾ. EK നയനാർ 3 തവണ മുഖ്യമന്ത്രിയായപ്പോഴും CPMന് 40 സീറ്റിൽ കൂടുതലില്ലായിരുന്നു. 80-ൽ നയനാർ ആദ്യം മുഖ്യമന്ത്രി കസേരയിലെത്തിയപ്പോൾ CPMന് 35 അംഗങ്ങൾ മാത്രം. 87-ൽ രണ്ടാം തവണ മുഖ്യമന്ത്രി കസേരയിലെത്തിയപ്പോൾ 38. 96-ൽ 3ാം തവണ 40. 4 തവണ മുഖ്യമന്ത്രി കസേരയിലിരുന്ന K. കരുണാകരൻ 77-ൽ ആദ്യം മുഖ്യമന്ത്രിയാകുമ്പോൾ സഭയിലുണ്ടായിരുന്നത് 38 കോൺഗ്രസുകാർ മാത്രം. 81-ൽ കരുണാകരൻ രണ്ടാം തവണ മുഖ്യമന്ത്രിയായപ്പോൾ കോൺഗ്രസ് ഐയുടെ സീറ്റ് വെറും 17 ആണ്.
ഇടതുപക്ഷത്ത് നിന്ന് ജയിച്ച ആന്റണി കോൺഗ്രസിലെ 21 പേരെ തിരിച്ചുകൊണ്ടുവന്നാണ് അന്ന് സർക്കാർ പോലുണ്ടാക്കിയത്. രണ്ടും ചേർത്താലും കോൺഗ്രസിന് 38 മാത്രം. 82-ൽ കോൺഗ്രസിന് ആകെ 35 സീറ്റുകൾ മാത്രമായിരുന്നിട്ടും കരുണാകരൻ മുഖ്യമന്ത്രിയായി. കരുണാകരൻ 4ാം തവണ മുഖ്യമന്ത്രിയായ 91-ൽ കോൺഗ്രസിന് 55 അംഗങ്ങൾ. 70 എന്ന മാജിക് നമ്പറിൽ ആരും എത്തിയിട്ടേയില്ല. ഏറ്റവും കൂടുതൽ കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ ഭരണത്തിലെത്തിയ കോൺഗ്രസ് മുഖ്യമന്ത്രി AK ആന്റണിയും CPM മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുമാണ്. 2001-ൽ കോൺഗ്രസിന് 62, 2006-ൽ CPM-ന് 61 സീറ്റുകളും കിട്ടിയപ്പോഴാണ് ഇരുവരും മുഖ്യമന്ത്രിമാരായത്. 2011-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ കോൺഗ്രസിന് ആകെ ഉണ്ടായിരുന്നത് 39 സീറ്റുകൾ മാത്രം. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ CPM അംഗങ്ങൾ 58. കേരള നിയമസഭയിൽ ആകെയുണ്ടായ 22 മന്ത്രിസഭകളിൽ 7 മാത്രമേ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് 50-ലധികം സീറ്റ് ലഭിച്ചിരുന്നുള്ളൂ. 35 മുതൽ 40 സീറ്റ് നേടിയ പാർട്ടിയുടെ നേതാവാണ് പകുതിയിലധികം മന്ത്രിസഭകളെയും നയിച്ചത് എന്നതാണ് കണക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അടിസ്ഥാനമാക്കിയാൽ 35 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് 20% വോട്ടുണ്ട്. 42 മണ്ഡലങ്ങളിൽ 30,000-ത്തിലധികം പേരുടെ പിന്തുണയുണ്ട്. ഇവിടങ്ങളിൽ വിജയത്തിലേക്ക് നീങ്ങിയാൽ മാത്രം മതി കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ ആകെ മൊത്തം സ്വാഹ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.